ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ബികോം ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ലീഗൽ ലിറ്ററസി എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ മലയാളത്തിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിലോ ഒക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ. അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ ബ്ലോക്കിൽ മൂന്നാമത്തെ യൂണിറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഈ രണ്ട് ആക്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നോക്കാം ആദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ 1986 ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ടുവന്നിരുന്നു. അതിന് പകരമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയ ഒരു സുപ്രധാന നിയമനിർമ്മാണമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഡിജിറ്റൽ യുഗത്തിലെ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട പരിരക്ഷ, അതായത് സംരക്ഷണം ഉറപ്പാക്കാനും മതിയായ പരിരക്ഷ ലഭിക്കാത്ത വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് ഇത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതുതന്നെയായിരുന്നു മുൻ നിയമത്തിൻ്റെ ലക്ഷ്യം. അതിലുപരി ഈ നിയമം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ ഉറപ്പാക്കുന്നതിനും ഉപഭോക്തൃ പരാതികൾ പരിഹരിക്കുന്നതിനും ഫലപ്രദമായ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും കൂടി ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് അതിലെ പ്രധാന വ്യവസ്ഥകൾ നോക്കാം. ഒന്ന്, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA. അതായത് ഈ നിയമം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ CCPAക്ക് അതിനുള്ള അധികാരങ്ങളുണ്ട്. ഇതിനൊക്കെയുള്ള അധികാരങ്ങളാണ് ഇനി അവർക്ക് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ, സുരക്ഷിതമല്ലാത്ത സാധനങ്ങളും സേവനങ്ങളും തിരിച്ചു വിളിക്കാൻ ഓർഡർ ചെയ്യാൻ, അതുപോലെ അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ നിർത്തലാക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് നിർമ്മാതാക്കൾക്കും അംഗീകാരം നൽകുന്നവർക്കും പിഴ ചുമത്താനൊക്കെ ഉള്ള അധികാരം ഈ CCPAക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തതിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് നോക്കുക. ഉപഭോക്തൃ അവകാശങ്ങളാണ്. നിയമം വിവിധ ഉപഭോക്തൃ അവകാശങ്ങളെ നിർവചിക്കുന്നുണ്ട്. ഏതൊക്കെ നോക്കുക. ഒന്ന്, ജീവനും സ്വത്തിനും അപകടകരമായ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണനത്തിനെതിരെ പരിരക്ഷ നൽകാനുള്ള അവകാശമുണ്ട്. മറ്റൊന്ന്, ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, ശക്തി, പരിശുദ്ധി, നിലവാരം വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശമാണ്. മൂന്നാമത്തത്, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന ചരക്കുകളിലേക്കോ സേവനങ്ങളിലേക്കോ പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശമാണ്. മറ്റൊന്ന്, ഉപഭോക്തൃ താൽപ്പര്യങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുമെന്ന് കേൾക്കാനും ഉറപ്പാക്കാനുമുള്ള അവകാശമാണ്. ഇനി അന്യായമോ അനിയന്ത്രിതമോ ആയ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം, അതേപോലെ തന്നെ ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശവും. ഇനി മൂന്നാമത്തത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ കമ്മീഷനുകൾക്ക് ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യവും ക്ലെയിം ചെയ്ത നഷ്ടപരിഹാരവും അനുസരിച്ച് പരാതികൾ പരിഗണിക്കുന്നതിനുള്ള അധികാരപരിധി ഉണ്ട്. ഇനി എന്തൊക്കെയാണ് നോക്കുക. ഒന്നാമത് ജില്ലാ കമ്മീഷനാണ്. മൂല്യം കവിയാത്ത പരാതികളാണ് അതിൽ വരുന്നത്. സംസ്ഥാന കമ്മീഷനിൽ മൂല്യം 1 കോടി കവിഞ്ഞിട്ടും 10 കോടി കവിയാത്ത പരാതികളാണ് അതിൽ ഉൾപ്പെടുന്നത്. ദേശീയ കമ്മീഷനിലാണെങ്കിൽ മൂല്യം 210 കോടിയിൽ കൂടുതലുള്ള പരാതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാലാമത്തത്, ലളിതമാക്കിയ തർക്ക പരിഹാര പ്രക്രിയ. അതായത് ഈ നിയമം ലളിതമായ ഒരു തർക്ക പരിഹാര പ്രക്രിയ അവതരിപ്പിക്കുന്നുണ്ട്. അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. ഒന്നാമത്തത്, പരാതികളുടെ ഫയലിംഗ് ആണ്. രണ്ടാമത്തത്, ഹിയറിങ്ങിനായിട്ട് വീഡിയോ കോൺഫറൻസിങ് നടത്തുക. മൂന്നാമത്തത്, 25 ലക്ഷം വരെയുള്ള കേസുകൾ ഫയൽ ചെയ്യുന്നതിന് ഫീസില്ല എന്നുള്ളത്. അഞ്ചാമത്തത്, ഉൽപ്പന്ന സാധ്യതയാണ്. ഈ നിയമം ഉൽപ്പന്ന സാധ്യത എന്നൊരാശയം അവതരിപ്പിക്കുകയും വികലമായ ഉൽപ്പന്നങ്ങളോ കുറവുള്ള സേവനങ്ങളോ മൂലമുണ്ടാകുന്ന എന്തെങ്കിലും ദോഷങ്ങൾക്ക് നിർമ്മാതാക്കളുടെയും സേവനദാതാക്കളുടെയും വിൽപ്പനക്കാരുടെയും ഒക്കെ ഉത്തരവാദികളാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നിർമ്മാണ വൈകല്യങ്ങൾ. 2, ഡിസൈൻ വൈകല്യങ്ങൾ. 3, നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം. പിന്നെ ഉൽപ്പന്നത്തിൻ്റെ ഉപഭോഗത്തെ സംബന്ധിച്ച പര്യാപ്തമായ നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പോ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ പ്രശ്നത്തെ ഈ നിയമം അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും തെറ്റായ അവകാശവാദങ്ങൾക്ക് സെലിബ്രിറ്റികളെ അംഗീകാരം നൽകുന്നവർ, അതുപോലെ പ്രസാധകരെ എന്നിവരെ ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് CCPAക്ക്
ചില അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കുക. ആദ്യ കുറ്റത്തിന് 210 ലക്ഷം വരെയും തുടർന്നുള്ള കുറ്റങ്ങൾക്ക് 250 ലക്ഷം വരെയും അംഗീകാരം നൽകാവുന്നവർക്ക് പിഴ ചുമത്തുക എന്നുള്ളത്. രണ്ടാമത്തത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം അംഗീകരിക്കുന്ന ആളെ 1 വർഷം വരെ ഏതെങ്കിലും അംഗീകാരം നൽകുന്നതിന് നിരോധിക്കുക. തുടർന്നുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇത് 3 വർഷം വരെ നേരിടാൻ ചെയ്യും. ഇനി ഏഴാമത് പറയുന്നത് കൊമേഴ്സാണ്. കൊമേഴ്സിൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് കൊമേഴ്സ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള സുതാര്യത, അതുപോലെ വികലമായ ചരക്കുകളുടെയും കുറവുള്ള സേവനങ്ങളുടെയും ഡെലിവറിക്ക് കൊമേഴ്സ് കമ്പനികളുടെ സാധ്യത, കൊമേഴ്സ് സ്ഥാപനങ്ങൾ ഒരു പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കൽ മുതലായവ ഇതിൻ്റെ കീഴിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ്, പ്രാധാന്യവും അതിൻ്റെ സ്വാധീനവും എന്തൊക്കെയാണ്, സിഗ്നിഫിക്കൻസ്, ഇമ്പാക്റ്റ്, പ്രാധാന്യവും എന്തൊക്കെയാണ്. ഒന്നാമത്തത് മെച്ചപ്പെട്ട ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പു നൽകുന്നു എന്നുള്ളത്. രണ്ടാമത്തത് ഉപഭോക്തൃ ശാക്തീകരണം, ഉപഭോക്താക്കളെ ശാക്തീകരിക്കാൻ കഴിയും എന്നുള്ളത്. മൂന്നാമത്തത് കൊമേഴ്സിൻ്റെ നിയന്ത്രണം, കൊമേഴ്സിന് പ്രത്യേക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നത് ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. നാലാമത്തത് അംഗീകാരം നൽകുന്നവരുടെ ഉത്തരവാദിത്വം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കും സെലിബ്രിറ്റികൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പ് എന്നോണം ഇത് പ്രവർത്തിക്കുന്നു. അഞ്ചാമത്തത് നീതിയിലേക്കുള്ള പ്രവേശനം. പരാതികൾ ഫയലിംഗ് ചെയ്യുന്നതിനും ഹിയറിങ്ങുകൾക്കുമായിട്ട് വീഡിയോ കോൺഫറൻസിങ്ങും ഉള്ള വ്യവസ്ഥയിലുള്ളത് കൊണ്ട് നീതിയിലേക്കുള്ളൊരു പ്രവേശനം ഇത് പ്രദാനം ചെയ്യുന്നു. ഇനി ചലഞ്ചസ് ആൻഡ് ക്രിറ്റിസിസംസ് ആണ്, വെല്ലുവിളികളും വിമർശനങ്ങളും. സമഗ്രമായ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ചില വെല്ലുവിളികളും വിമർശനങ്ങളും നേരിടുന്നുണ്ട്. ഒന്നാമത്തത് അത് നടപ്പിലാക്കുന്നതിലെ വിമർശനമാണ്. അതിലെ എന്താ പറയുക, ആക്റ്റിലെ വ്യവസ്ഥകൾ ഫലപ്രദമായി നടപ്പിലാക്കുക പ്രത്യേകിച്ച് താഴെ തട്ടിലൊരു വെല്ലുവിളിയായിട്ട് തുടരുന്നുണ്ട്. രണ്ടാമത്തത് അവബോധമാണ്. ആളുകൾക്ക് പലർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, അത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. മൂന്നാമത്തത് കൊമേഴ്സിൻ്റെ നിയന്ത്രണമാണ്. നിയമത്തിൽ കൊമേഴ്സ് നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്താണ്, സാങ്കേതിക വിദ്യയുടെയും ബിസിനസ് മോഡലുകളുടെയും ഒക്കെ ദ്രുതഗതിയിലുള്ള പരിണാമത്തിന് ഉയർന്നു വരുന്ന വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കുള്ള പിഴയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ അംഗീകരിക്കുന്നവർക്ക് നിയമം പിഴ ചുമത്തുമ്പോൾ പിഴകളുടെ യഥാർത്ഥ പ്രതിരോധ ഫലം ഗണ്യമായ സാമ്പത്തിക സ്രോതസ്സുകളുടെ ഉയർന്ന പ്രൊഫൈൽ സെലിബ്രിറ്റികൾക്ക് പരിമിതപ്പെടുത്തും എന്നുള്ളത്. അതായത് സെലിബ്രിറ്റികളാണെങ്കിൽ പലപ്പോഴും കണ്ണടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എങ്കിലും ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിലെ ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിൽ സുപ്രധാനമായൊരു ചുവടുവയ്പ്പായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 2005 വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. 2005 വിവരാവകാശ നിയമം RTI ആക്ട് എന്ന് അറിയപ്പെടും കേട്ടോ. RTI റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളതാണ് RTI. സർക്കാർ സ്ഥാപനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഒരു സുപ്രധാനമായ നിയമനിർമ്മാണമായിരുന്നു 2005 ജൂൺ 15 പ്രാബല്യത്തിൽ വരികയും 2005 ഒക്ടോബർ 12 മുതൽ നടപ്പിലാക്കുകയും ചെയ്ത ഈ പുതിയ നിയമം. ഇനി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിവരാവകാശ നിയമത്തിന് മുമ്പ് സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനുള്ള സമഗ്രമായൊരു നിയമചട്ടക്കൂട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പോലെയുള്ള ചില നടപടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണ് എന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് 2005 വിവരാവകാശ നിയമം കൊണ്ടുവരുന്നത്. കൂടുതൽ സുതാര്യതയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും അഴിമതിയെ ചെറുക്കുന്നതിന് ഫലപ്രദമായ സംവിധാനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സുതാര്യത പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതായത് പൊതു അധികാരികൾ സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നുവെന്നും പൊതുജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണെന്നും ഉറപ്പാക്കാൻ നിയമം ലക്ഷ്യമിടുന്നുണ്ട്. രണ്ടാമത്തത് പൗരന്മാരെ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. പൊതു അധികാരികളുടെ അവകാശമുള്ള വിവരങ്ങൾ ആക്സസ് ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് അവരെ ശാക്തീകരിക്കുക. മൂന്നാമത്തത് ഉത്തരവാദിത്വം ഉറപ്പാക്കുക. അവരുടെ വിവരങ്ങളുടെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനുള്ള നിയമം മെച്ചപ്പെട്ട ഭരണാധികാരികളിലെ പ്രോത്സാഹിപ്പിക്കുകയും പൊതുഭരണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അതിലെ പ്രധാന വ്യവസ്ഥകൾ, കീ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, വിവരങ്ങളുടെ നിർവചനമാണ്. സെക്ഷൻ 2F അത് പറഞ്ഞിട്ടുള്ളത്. പ്രമാണങ്ങൾ, രേഖകൾ, അതുപോലെ ഇമെയിലുകൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫുകൾ എന്നിവ ഉൾപ്പെടെ ഏതെങ്കിലും രൂപത്തിൽ രേഖപ്പെടുത്തുന്ന ഏതൊരു മെറ്റീരിയലും വിവരങ്ങൾ എന്ന നിയമം നിർവചിക്കുന്നുണ്ട്. രണ്ടാമത്തത് പബ്ലിക് അതോറിറ്റികളാണ്. സെക്ഷൻ 2H പബ്ലിക് അതോറിറ്റികൾ വരുന്നത്. സർക്കാർ വകുപ്പുകൾ, സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്നതോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതോ
നിയന്ത്രിക്കുന്നതോ ആയ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികൾക്കും വിവരാവകാശ നിയമം ബാധകമാണ്. മൂന്നാമത്തത് വിവരാവകാശം സെക്ഷൻ 3 ആണ്. എല്ലാ പൗരന്മാർക്കും ഏതെങ്കിലും പൊതു അധികാരിയിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള അവകാശമുണ്ട് എന്നത് ഉറപ്പാക്കുക. നാലാമത്തത് അപേക്ഷാ നടപടിക്രമമാണ്. സെക്ഷൻ 6 വരുന്നത്. അപേക്ഷാ നടപടിക്രമം വ്യവഹാരങ്ങൾ അഭ്യർത്ഥിക്കാൻ വ്യക്തികൾക്ക് ഒരു അപേക്ഷ ഫയൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇളവുകളാണ്. സെക്ഷൻ 8 ഇളവുകൾ വരുന്നത്. അതായത് ദേശീയ സുരക്ഷ, വ്യക്തിഗത സ്വകാര്യ പ്രത്യേക അവകാശ വിവരങ്ങൾ എന്നിവ പോലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു ഇളവുകൾ ആക്ട് നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അപ്പീൽ സംവിധാനമാണ് 6. സെക്ഷൻ 19 20 അപ്പീൽ അധിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വിവരങ്ങൾക്കായുള്ള അപേക്ഷ നിരസിക്കുകയോ അപര്യാപ്തമായിട്ട് അഭിസംബോധന ചെയ്യുകയോ ചെയ്താൽ അപേക്ഷകന് ആദ്യ അപ്പീൽ അതോറിറ്റിയിലും ആവശ്യമെങ്കിൽ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും അപ്പീൽ ചെയ്യാവുന്നതാണ്. പിന്നെ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളെ കുറിച്ച് പറയുന്നുണ്ട് സെക്ഷൻ 12 15. എട്ടാമത്തത് പിഴകളെക്കുറിച്ചാണ്. സെക്ഷൻ 20 ന്യായമായ കാരണമില്ലാതെ വിവരങ്ങൾ നൽകാൻ സമ്മതിക്കുകയോ അല്ലെങ്കിൽ ഡെലിവറി വൈകിപ്പിക്കുകയോ ചെയ്യുന്ന പൊതു ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ചുമത്താനുള്ള അധികാരം നൽകും. ഇനി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇമ്പാക്റ്റാണ്. അതായത് നടപ്പിലാക്കലും അതിൻ്റെ സ്വാധീനം. വിവരാവകാശ നിയമം ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നതിന് നിരവധി ഘടകങ്ങളെ അത് ആശ്രയിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് അവബോധമാണ്. വിവരാവകാശ നിയമത്തെയും അതിലെ വ്യവസ്ഥയെയും കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അവബോധം അതിൻ്റെ വിജയത്തിന് നിർണായകമാണ്. രണ്ടാമത്തത് പരിശീലനമാണ്. പൊതു ഉദ്യോഗസ്ഥർക്കും വിവരാവകാശ പ്രവർത്തകർക്കും വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ നിയമത്തിൻ്റെ ആവശ്യകതകൾ പറയുന്നുണ്ട്. മൂന്നാമത്തത് സുതാര്യതയാണ്. ഈ നിയമം സർക്കാർ പ്രവർത്തനങ്ങളെ കൂടുതൽ സുതാര്യതയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത്. നാലാമത്തത് ശാക്തീകരണം തന്നെയാണ്. വിവരാവകാശ നിയമം പൗരന്മാർക്ക് ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്നതിനും സർക്കാർ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരം തേടുന്നതിനുമുള്ള ഒരു ഉപകരണം നൽകിയവരെ ശാക്തീകരിക്കുന്നുണ്ട്. അഞ്ചാമത്തത് അഴിമതി കുറയ്ക്കലാണ്. ക്രമക്കേടുകൾ തുറന്നു കാണിക്കുന്ന വിധത്തിൽ അതായത് ജനങ്ങളുടെ മുന്നിലെല്ലാം തുറന്ന് പറയുകയല്ലേ. അപ്പോൾ എന്താണ് അവിടെ അഴിമതി കുറയ്ക്കാനത് സഹായിക്കും. ഇനി ചാലഞ്ചസ് ആൻഡ് ക്രിറ്റിസിസംസ് ആണ്. നേരിടുന്ന വെല്ലുവിളികളും വിമർശനങ്ങളും. അപ്പോൾ ഗൗരവതരമായ സ്വാധീനം ഉണ്ടായിട്ടും വിവരാവകാശ നിയമം ചില വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വെല്ലുവിളികൾ? ഒന്നാമത്തത് നടപ്പിലാക്കൽ പ്രശ്നങ്ങളാണ്. അതായത് വിവിധ സംസ്ഥാനങ്ങളിലും പൊതു അധികാരികളിലുടനീളം ക്രമരഹിതമായ നടപ്പിലാക്കൽ നിയമത്തിൻ്റെ ഫലപ്രാപ്തിയെ ദുർബലപ്പെടുത്തുന്നുണ്ട് എന്നൊരു അപവാദമുണ്ട്. രണ്ടാമത്തത് അവബോധമില്ലായ്മയാണ്. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു വിമർശനം. മൂന്നാമത്തത് ഇളവുകളും ദുരുപയോഗവുമാണ്. നിയമത്തിന് കീഴിൽ നൽകിയിരിക്കുന്ന വിശാലമായ ഇളവുകൾ ചിലപ്പോൾ വെളിപ്പെടുത്തേണ്ട വിവരങ്ങൾ തടഞ്ഞു വെക്കാനുള്ള ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്നതിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുന്നു. നാലാമത്തത് റിസോഴ്സ് നിയന്ത്രണങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ പലപ്പോഴും റിസോഴ്സ് പരിമിതികളെ നേരിടുന്നുണ്ട്. അഞ്ചാമത്തത് ആക്ടിവിസ്റ്റുകൾക്കുള്ള ഭീഷണികളാണ്. എന്നുവെച്ചാൽ ആക്ടിവിറ്റികൾക്കുള്ള ഭീഷണികൾ പറഞ്ഞാൽ സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന RTT പ്രവർത്തകർ ചിലപ്പോൾ ഭീഷണികളും ഉപദ്രവങ്ങളും നേരിടുന്നുണ്ട്. ഇനി റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആണ്. സമീപകാല വികാസങ്ങൾ എന്തൊക്കെയാണ്? സമീപ വർഷങ്ങളിൽ വിവരാവകാശ നിയമത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത്. നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. മൂന്നാമത്തത് പരിശീലന സംരംഭങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. പൊതു ഉദ്യോഗസ്ഥർക്കും RTT അല്ലെങ്കിൽ RTI പ്രാക്ടീഷണർമാർക്കും ഒക്കെ പരിശീലന സംരംഭങ്ങൾ നടത്തുന്നത്. പിന്നെ സാങ്കേതിക സംയോജനമാണ്. അതായത് വിവരാവകാശ അപേക്ഷകൾ ഫയൽ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ പോർട്ടലുകൾ പോലെയുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പൗരന്മാർക്ക് വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനും അവരുടെ അഭ്യർത്ഥനകൾ ട്രാക്ക് ചെയ്യുന്നതും എളുപ്പമാക്കുന്ന രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചൊരു സംഗ്രഹം കൊടുത്തു. 2005 വിവരാവകാശ നിയമം ഭരണത്തിലെ സുതാര്യതയ്ക്കും ഉത്തരവാദിത്വത്തിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയിൽ ഗണ്യമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. പൊതു അധികാരികളുടെ കൈവശമുള്ള വിവരങ്ങൾ ആക്സസ് ചെയ്യാനുള്ള അവകാശം പൗരന്മാർക്ക് നൽകിക്കൊണ്ട് ഈ നിയമം ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായകമാണ്. ഇത്രയാണ് ആ ഒരു യൂണിറ്റിൽ വരുന്നത്, 3ാമത്തെ യൂണിറ്റിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ബ്ലോക്കുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക്സ്.